നാവിനെ എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് തർക്കങ്ങളെ ഉപേക്ഷിക്കുക. നമുക്ക് ബോധ്യമുള്ള വിഷയത്തിന്റെ മേലാണ് നമ്മൾ തർക്കിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളൊരു കാര്യത്തിന്റെ മേലാണ് തർക്കിക്കുന്നത്. പ്രവാചകൻ അവിടെ നിന്നിട്ടാണ് വിലക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവാചകൻ വിലക്കിയത് അവിടെ നിന്നുകൊണ്ടാ. എന്താ? നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയമാണെങ്കിൽ പോലും നിങ്ങൾ തർക്കത്തെ ഉപേക്ഷിക്കുവിൻ. അങ്ങനെ തർക്കത്തെ ഉപേക്ഷിക്കുന്നവന് നാളെ അള്ളാഹ് എന്ത് ചെയ്യും? സ്വർഗത്തിലൊരു ഭവനം പണി തരും എന്ന് പറഞ്ഞിട്ടുള്ള അത് പഠിപ്പിക്കണത് എന്തിനാണെന്നറിയോ? തർക്കം ഒഴിവാക്കി അതിനെ കൊണ്ട് കാര്യമില്ല. പക്ഷെ ഇന്നത്തെ സമൂഹം നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തർക്കിക്കാൻ വേണ്ടിയിട്ടാ. ചാനൽ ചർച്ചകൾ നടത്തുന്നത് തർക്കിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ തർക്കിച്ചിട്ട് ഒരാളെ മാറ്റിയിട്ടുള്ള ഒരു സംഗതി നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റും? ഏതെങ്കിലും ചാനൽ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തർക്കം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയാണ്, ഓ ആ സഹോദരൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ആ മനുഷ്യൻ പറഞ്ഞത് എനിക്ക് തിരിച്ചറിയുന്നു, ഞാൻ അതോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ആ ആൾ പറഞ്ഞതിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞൊരു ചർച്ച അവസാനിക്കുന്നത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? തർക്കങ്ങളിൽ നിങ്ങൾക്ക് എന്തില്ല? വിജയമില്ല. തർക്കം എനിക്കും മറ്റാൾക്കും ഇടയിൽ ശത്രുതയെ എന്ത് ചെയ്യുന്നു? ജനിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ ഞാനത് പറയുന്നു. അത് അവൻ എടുക്കാൻ തയ്യാറില്ല, ഞാനത് നിർത്തിപ്പോരുന്നു. ഞാനത് തർക്കിക്കാൻ പോകുന്തോറും അവന്റെ വാദങ്ങളുമായിട്ട് തിരിച്ചും വരും. എന്നിട്ട് എന്ത് ചെയ്യും? ബന്ധത്തിനെ വഷളാക്കും. നമ്മളിൽ എന്ത് ചെയ്യും? ശൈത്താനിയത്ത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കും. എനിക്ക് ഉറപ്പുണ്ട് അതിനെക്കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്കറിയാം, അതിനെക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൽ പിടിച്ചെന്നൊക്കെ പറയും. ശരിയായിട്ടുള്ള കാര്യത്തിലാട്ടോ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. എനിക്ക് ഒരു ഉറപ്പില്ലാത്ത വിഷയത്തിനെ വരെ തർക്കിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ അടി കിട്ടേണ്ട സൂക്കടല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയമാണെങ്കിൽ നിങ്ങൾ തർക്കത്തിന് ഉപേക്ഷിക്കൂ. ഇത്ര ഭംഗിയിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എന്നാലും നിങ്ങൾ തർക്കമാണ് അവിടെ സംഭവിക്കണമെന്ന് നിങ്ങൾ അതിന് വിട്ടുന്നേ, നിങ്ങൾ അതിലേക്ക് പോകണ്ട. നാവ് കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും ഭംഗിയുള്ള കാര്യമാണ് തർക്കത്തിന് അവസാനിപ്പിക്കുക. തർക്കങ്ങളെ അവസാനിപ്പിക്കൂ.